ഹായ് കൂട്ടുകാരെ, സീമാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് മീൻ കറിയാണേ. ഇന്നത്തെ മീൻ ചൂര. വലിയ പീസല്ല കേട്ടോ, ചെറിയ പീസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചൂര വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അടുപ്പിലാണ് മീൻ കറി വയ്ക്കുന്നത്. അടുപ്പ് തീ കത്തിച്ച് ചട്ടി വെച്ച് ചട്ടിയിൽ വെള്ളം പറ്റുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കടുകിട്ട്, കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണേ, അരിഞ്ഞതല്ല, ചതച്ചത് ഇട്ട് അതൊന്ന് മൂപ്പിക്കണം. മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ചുവന്നുള്ളി, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് നന്നായിട്ട് ഇളക്കി മൂത്ത് വരുമ്പം ചെറുതായിട്ടൊന്ന് നോക്കുമ്പോൾ നമുക്കകത്ത് തക്കാളിപ്പഴം ഇടാവേ. തക്കാളിപ്പഴം ചിലരൊന്നും തക്കാളിപ്പഴം മീൻ കറിക്ക് ഇടത്തില്ല, ഞാനിടും, എനിക്കിഷ്ടം. തക്കാളിപ്പഴം ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണേ. കൂട്ടുകാരെ, എല്ലാം സുഖമായിട്ടിരിക്കുന്നോ? ഹാപ്പി ആയിട്ടിരിക്കുന്നോ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തക്കാളിപ്പഴം ഇട്ട് നല്ലതായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളിപ്പഴം വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിനകത്ത് പൊടികളിടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് മൂന്നോട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നൊരിളകം കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പം നമുക്കതിനകത്തൊരു ശകലം വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ഇളക്കുമ്പോഴത്തേനും അതിൻ്റെ എണ്ണ മേലെ ഇങ്ങനെ തെളിഞ്ഞ് വരും. എന്നിട്ട് നമുക്ക് പിന്നെ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഉലുവാപ്പൊടി ഇട്ട് പുളിയും ഇട്ട് അടച്ച് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിളച്ച് കഴിയുമ്പോൾ പിന്നെ മീനിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പം നല്ലതായിട്ട് കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അടപ്പെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി, ഇത്തിരി ഇളക്കല്ല, മീൻ പൊടിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് തീ കുറച്ച് മതി. തീ കുറച്ച് കൂടുതൽ വേണ്ട, ശകലം തീയിട്ട് അതവിടെ നിന്ന് നല്ലതായിട്ട് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ട് വരും മീനിവിടെ. അപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.